ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. കുഴയ്ക്കുന്ന ചോദ്യമല്ല. ഏറ്റവും സുന്ദരിയായ സ്ത്രീ മദർ തെരേസ. സൗന്ദര്യം സ്വഭാവത്തിലും കർമ്മത്തിലും എല്ലാം ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പുരുഷ സൗന്ദര്യം? ഞാൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? കഞ്ഞിയും പയറും. മലയാള സിനിമകൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട് ഓരോ വർഷവും. പക്ഷെ അതേസമയം തന്നെ അന്യഭാഷാ ചിത്രങ്ങൾ കേരളത്തിൽ വന്നിട്ട് വലിയ വിജയം കൊയ്യുന്നുണ്ട്. അവരുമായിട്ട് നമുക്കൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2020 പോലെ മലയാള സിനിമകൾ നേട്ടങ്ങൾ കൊയ്യാൻ എന്തൊക്കെ ഘടകങ്ങളാണ് ആവശ്യം? കോടിക്കണക്കിന് രൂപയുടെ സിനിമകളാണ് അതെല്ലാം. ഇപ്പോൾ ഇംഗ്ലീഷ് ഫിലിം ആയാലും ഹിന്ദി ആയാലും തമിഴായാലും എല്ലാം. മലയാളം ഒരു ചെറിയൊരു ഏരിയയാണ്. നാച്ചുറലി നമ്മൾക്ക് നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ പ്രേക്ഷകർ തന്നെയാണ് ആ സിനിമ കാണുന്നത്. അതിനെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഇംഗ്ലീഷ് ഫിലിംസ്, ഇപ്പോൾ 2012 അത് അല്ലെങ്കിൽ അവതാർ, ഈ സിനിമകൾ മലയാളത്തിലെടുത്താൽ ചിലപ്പോൾ ഓടില്ല. കാരണം അത് റിയാലിറ്റി ആയിട്ട് എപ്പോഴും റിയാലിറ്റി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. പക്ഷെ അതിനെയൊക്കെ സിനിമയായിട്ട് കാണുകയും നമ്മളുടെ ഇതിനെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ശരിക്കും സത്യസന്ധമായ ജീവിതമുള്ള സിനിമകളാണ് നമ്മളിവിടെ കൂടുതൽ ഓടുന്നത്. പിന്നെ നമ്മൾ ചിലപ്പോൾ എക്സാറേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമർ ചെയ്യുന്ന സിനിമകളും വേറെ ഓടുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ അതിലും ഒരു ജെന്യൂനിറ്റി അവൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ വലിയ സിനിമകൾ ആയിട്ട് കോമ്പറ്റ് ചെയ്യൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയുള്ള കടലിൽ പോയിട്ട് നമ്മൾ കൈകാലിട്ടടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്, സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഈ അവതാർ പോലുള്ള 3D പടങ്ങൾ അല്ലെങ്കിൽ 2012 അല്ലെങ്കിൽ വരുന്ന തമിഴ് പടങ്ങളോ വലിയ കോടിക്കണക്കിന് രൂപയുടെ പടങ്ങൾ, അവർ അത്ര എഫക്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് തിയേറ്ററിൽ വന്നിട്ട് നമ്മൾ തലക്കടിച്ചിരുന്ന് കണ്ടിട്ടാണ് നെക്സ്റ്റ് ഇറങ്ങിയിട്ട് നമ്മളുടെ ഒരു ചെറിയ പടം കാണുമ്പോൾ കേറില്ല, ഏക്കില്ല. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് പുതിയ പുതിയ കഥകൾ കണ്ടുപിടിച്ച് ഈ ടെക്നോളജിയും നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ വളരണം. അതിന് ഇവിടെ സർക്കാർ നമ്മൾക്ക് ടിക്കറ്റ് റേറ്റ് കൂട്ടാനുള്ള അനുവാദം തരണം, അതുപോലെ ടാക്സ് കുറയ്ക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യം. കാരണം മറ്റു എല്ലാ ലാംഗ്വേജസിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല ലാംഗ്വേജിലും ടാക്സ് ഇല്ല. പക്ഷെ ഇത് ടാക്സ് ഇല്ലാണ്ടാക്കണ്ട. പക്ഷെ അത് കുറയ്ക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ചെയ്താലാണ് തിയേറ്ററുകൾക്ക് തന്നെ ഒരു മൾട്ടിപ്ലക്സ് രീതിയിലുള്ള തിയേറ്ററുകൾക്കുള്ള ലൈസൻസുകൾ കാര്യങ്ങൾ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും ആളുകൾ തിയേറ്ററിൽ വരാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്നുമുള്ള സപ്പോർട്ടുകൾ ധാരാളം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് റിസ്ക് എടുത്ത് സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവർക്ക് ചെയ്യാം. ഇപ്പൊ തന്നെ വന്ന സിനിമകൾ 1200 കോടിയുടെ ഇവിടുത്തെ ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണ് ഒരു സിനിമയുടെ ബഡ്ജറ്റ് പറയുന്നത്, അല്ലേ? അപ്പോ നമ്മൾക്ക് ഒരു കൂട്ടായ്മ തന്നെയാണ് സിനിമക്കാര് എന്ന് പറയുന്നതല്ല. സിനിമ ബേസ് ചെയ്യുന്നത് പ്രേക്ഷകർ കൂടി, അവരും അതിൻ്റെ ഒരു ഭാഗമാണ്, സർക്കാരും ഭാഗമാണ്. കാരണം വാങ്ങിക്കുന്ന നമ്മളിപ്പോ എന്ത് സാധനം വാങ്ങിച്ച സാധനം കൈ കിട്ടിയിട്ടാണ് നമ്മൾ ബില്ലടയ്ക്കുന്നത്. സിനിമയ്ക്ക് മാത്രം ടാക്സ് ആദ്യം കിട്ടിയിട്ടാണ് നമ്മൾ ടിക്കറ്റ് അടിച്ച് നമ്മുടെ കൈ കിട്ടുന്നത്. ആ വ്യത്യാസമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഏത് സർക്കാരാണെങ്കിലും, അതിപ്പോ ഞാൻ ആരെയും കുറ്റം പറയല്ല, ഏത് സർക്കാരാണെങ്കിലും മലയാള സിനിമയോട് സ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഈ സിനിമ, ഈ വ്യവസായം നിലനിൽക്കാൻ സഹായിക്കണം. അതൊരു അഭ്യർത്ഥനയാണ്, അതൊരു വേറെ ഇതൊന്നുമല്ല. അത് ഞങ്ങളുടെ എല്ലാവരുടെയും അസോസിയേഷൻസിന്റെ, ഞങ്ങളുടെ ഓരോ സിനിമാ പ്രവർത്തകന്റെയും അഭ്യർത്ഥന തന്നെയാണത്. കാരണം ഈ വ്യവസായം നിലനിന്നാലേ, കാരണം ഇതുണ്ടെങ്കിലേ നമ്മളെ കൊള്ളൂ. തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ കാരണം കുറച്ച് കാലം കഴിയുമ്പോൾ ജനങ്ങളാണ് പിന്നെ സിനിമകൾ ഇങ്ങനെ ഓക്കെ അതില്ല, അത് ടി വിയിൽ പോകാം എന്ന് പറയുന്ന. കാരണം തമിഴ് ഹിന്ദി കാണാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തിയേറ്ററിൽ മുഴുവൻ അത് തന്നെയാവും. എന്തൊക്കെ ടെൻഷൻ ഉണ്ടായില്ലേ ഈ വരാൻ പോകുന്ന വർഷങ്ങളിൽ, കൊടുങ്കാറ്റോ പേമാരിയോ സുനാമിയോ എന്ത് പ്രശ്നം ഉണ്ടായാലും, വീടുകളിൽ തന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും, എനിക്ക് പറയാനുള്ളൊരു കാര്യം, എങ്ങനെയും സമയം ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ സിനിമകൾ കാണാം. കുഴപ്പമുണ്ടോ? അപ്പോൾ കാരണം നിങ്ങൾ സിനിമ കണ്ടില്ലേ, ഉറപ്പായിട്ട് എനിക്ക് ഇതുപോലെ ഇന്റർവ്യൂവിന് വന്നിരിക്കാൻ പറ്റൂല. അല്ല, നിങ്ങൾ വരുമോ? എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരുമോ? ഇല്ലല്ലോ, ക്യാമറ ഇല്ലാണ്ട് വരും. അത് തന്നെ, കേട്ടില്ലേ? എന്ന് വെച്ചാൽ ഒരു കലാകാരന് വേണ്ടത് സക്സസും പ്രേക്ഷകരുമാണ്. അതില്ലെങ്കിൽ ഇവർ വരില്ല, ഇവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു.
അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഇതുവരെ തന്നിട്ടുള്ള പ്രോത്സാഹനങ്ങൾ തുടർന്നും തരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ ജോലി ഞാൻ ഉത്തരവാദിത്തോടുകൂടി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ, എന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ നന്നായിട്ട് ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ, നന്മയുടെ നല്ല നാളുകൾ നേരുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.